മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങളുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. മലപ്പുറം പരാമർശമുണ്ടാക്കിയ ഡാമേജിന്റെ ഉത്തരവാദിത്തം ആർക്ക്? PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. PR ഇല്ലെന്ന് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി നൽകി. ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്നും CPM വിലയിരുത്തൽ. അൻവറിന്റെ പരാതിയിൽ P ശശിക്കെതിരെ നടപടിയെടുക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. പിന്നെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം P ശശിക്കെതിരായ ആരോപണമാണ്. ശശിയെ ബോധപൂർവ്വം അവമാനിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ് സൈലബ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സേഫ്, മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചോദ്യശരങ്ങൾ എയ്തത്? അതിൽ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയുടെയും മറുപടി എന്തായിരുന്നു? ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ അത് വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ദിവ്യ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വന്നത് മലപ്പുറം പരാമർശം ഉണ്ടാക്കിയ ഡാമേജിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ള പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യം ചില അംഗങ്ങൾ ഉയർത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ ക്ഷീണമുണ്ടാക്കി എന്ന ചില അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറയുകയും ചെയ്തു. PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തോ എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ചിലർ ചർച്ചകൾക്കിടെയാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. PR ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ അതിനെ നേരിടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംസ്ഥാന നേതൃത്വം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ആ വീഴ്ചകൾ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പരിശോധന നടന്നു വരികയാണ്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട നടപടിയുടെ കാര്യത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം നടപടിയെടുക്കും എന്ന ഉറപ്പ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകുന്ന തരത്തിലായിരുന്നു ചില പ്രതികരണങ്ങൾ ഉണ്ടായത്. എന്നാലും അൻവറിനെ നേരിടാൻ വേണ്ടി CPM തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ P ശശിയുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അതിനെ പൂർണ്ണമായും പാർട്ടി നേതൃത്വം തള്ളിക്കളയുകയാണ്. ആ പരാതി ഏതെങ്കിലും തരത്തിൽ കഴമ്പുള്ളതല്ല എന്നാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ഇവിടെ മലപ്പുറം പരാമർശം തന്നെയാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. അവിടെ PR ഏജൻസി ഇല്ല എന്ന ഒരൊറ്റ ഉത്തരം കൊണ്ട് മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ പോരാ. അതിലപ്പുറമുള്ള ഒരു വിശദീകരണം വേണം എന്ന ആവശ്യം കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു കൃത്യമായ ക്ലാരിഫിക്കേഷനിലേക്കൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം ആര് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തി, ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ ഉൾപ്പെടുത്തിയത്, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടി വേണ്ടേ തുടങ്ങിയ ചോദ്യങ്ങളൊന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിട്ടില്ല. പക്ഷെ ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. അതിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഒരു പുകമറ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനകത്ത് യഥാർത്ഥ വസ്തുതകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM സംസ്ഥാന നേതൃയോഗങ്ങളിലും മലപ്പുറം വിവാദ പരാമർശമടക്കം ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. അംഗങ്ങൾക്കിടയിൽ വലിയ എതിർപ്പും അതൃപ്തിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സേഫ് സൈലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.